Hello my dear students, welcome to Teacher at Home. Today class we are going to learn the 10th chapter, Walls Tell Stories. അപ്പോൾ ചുമരുകൾ എന്താണ്? കഥ പറയും. Reached Golconda. At last we reached Golconda. We were glad that Didi was with us. അപ്പോൾ ലാസ്റ്റ് എവിടെ എത്തിയത്? ഗോൾക്കൊണ്ട എന്ന പ്ലേസിലാണ് എത്തിയത്. അപ്പോൾ ചേച്ചിക്കും സന്തോഷമായി. Didi studies history and we enjoy visiting different places with her. അപ്പോൾ അവരെന്താ പഠിക്കുന്നുണ്ടായിരുന്നത്? ഹിസ്റ്ററിയാണ് പഠിക്കുന്നുണ്ടായിരുന്നത് അല്ലേ? അപ്പോൾ പല സ്ഥലങ്ങളും വിസിറ്റ് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ഷീ ഈസ് ഹാപ്പി ഇൻ വിസിറ്റിംഗ് ഡിഫറെൻറ്റ് പ്ലേസസ്. ശൈലജ, മൈ ഗോഡസ്, ദിസ് ഫോർട്ട് ഈസ് സോ ഹ്യൂജ്. അപ്പോൾ എന്താ പറയുന്നത്? ഈ ഫോർട്ട് അല്ലേ, ഈ കൊട്ടാരം എന്താണ്? നല്ല വലിപ്പമുള്ളതാണ്. ശ്രീധർ, ആൻഡ് സീ ആറ്റ് വാട്ട് എ ഹൈറ്റ് ഇറ്റ് ഈസ് ബിൽഡ്. എത്ര ഹൈറ്റിലാണ് അത് പണിതിരിക്കുന്നത്. കല്യാണി, ജസ്റ്റ് ലുക്ക്, ഹാവ് യു എവർ സീൻ സച്ച് എ ഹ്യൂജ് ഗേറ്റ്. കല്യാണിയോട് പറയുകയാണ്, ഇന്നത് നോക്കിയേ, എത്ര വലിയ ഗേറ്റ് ആണ് അത് പണിതിരിക്കുന്നത്. ശൈലജ, ഐ മസ്റ്റ് ബി വെരി ഹെവി. ഐ വണ്ടർ ഹൗ മെനി പീപ്പിൾ വുഡ് ബി നീഡഡ് ടു ഓപ്പൺ ആൻഡ് ക്ലോസ് ഇറ്റ് ഗേറ്റ്. അതായത് ആകെ അതിശയിച്ചിരിക്കുകയാണ് അല്ലെ, കാരണം എത്ര ആൾക്കാർ വേണം ആ ഗേറ്റ് ഒന്ന് അടയ്ക്കാനും തുറക്കാനും. കല്യാണി, ലുക്ക് അറ്റ് ദ ഷാർപ്പ് അയൺ സ്പോക്സ്. ഐ വണ്ടർ വൈ ദേ വർ മെയ്ഡ് ലൈക്ക് ദിസ്. അല്ലെ, അതില് കൂർപ്പനയുള്ള എന്താണ്, കുത്തനെയുള്ള അയൺ സ്പോക്സ് ഉണ്ട്. ലുക്ക് അറ്റ് ദിസ് തിക് വാൾസ് ടു. അപ്പൊ ശൈലജ എന്താ പറയണ? ആ ചുമരൊന്ന് ശ്രദ്ധിക്കുക. ശ്രീധർ, ഐ ഹാഡ് നെവർ സീൻ സച്ച് തിക് വാൾസ്. ഇത്രയും കട്ടിയുള്ള ചുമരുകൾ ഞാൻ കണ്ടിട്ടില്ല. കല്യാണി, അറ്റ് സം പ്ലേസസ് എ പാർട്ട് ഓഫ് ദ വാൾ കം ഔട്ട് ഇൻ റൗണ്ട് ഷേപ്പ്. ചില ഭാഗങ്ങൾ എന്താണ്, റൗണ്ട് ഷേപ്പ് ആയിട്ട് കാണാറുണ്ട്. ഐ വണ്ടർ വൈ. ഞാൻ അതിശയിക്കാറുണ്ട് എന്തുകൊണ്ടാന്ന്. ദീദി, these are called bastions. ഇതിനെയാണ് bastions എന്ന് പറയാം. See, these are very even higher than the wall. മതിലിനെ കാട്ടിയും നല്ല ഉയരത്തിലാണിത്. The outer wall of this fort has 87 bastions. അപ്പോൾ പുറമേയുള്ള വാളിന് എത്രയാണ്? 87 bastions ആണുള്ളത്. Thick walls with a huge gate and so many bastions. So many ways to ensure security. പല വിധത്തിലും അതിന്റെ സെക്യൂരിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. ബാസ്റ്റിയൻ, ബുർജ്, ആൻഡ് ദിസ് ഈസ് ദ ഹോൾ തിങ്. വൈ വർ ബാസ്റ്റിയൻസ് മെയ്ഡ് ഇൻ ദ ഫോർട്ട് വാൾ? അപ്പൊ ഫോർട്ട് വാളിൽ എന്തുകൊണ്ടാണ് ഈ ബാസ്റ്റിയൻസ് ഉണ്ടാക്കിയിരിക്കുന്നത്? വൈ വർ ബിഗ് ഹോൾസ് മെയ്ഡ് ഇൻ ദം? വലിയ ഓട്ടയൊക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? വാട്ട് ഡിഫറൻസ് വുഡ് ബി ദെയർ ഇഫ് യു വെയർ ടു ലുക്ക് ഫ്രം എ സ്ട്രെയിറ്റ് വാൾ, ഫ്ലാറ്റ് വാൾ ഓർ ബാസ്റ്റിയൻ അറ്റ് എ ഹൈറ്റ്? How would the soldiers find peeping from the holes in the bastion useful while attacking? അല്ലേ, യുദ്ധമൊക്കെ നടക്കുന്ന സമയത്ത് ആ ഹോളിൽ കൂടെ നോക്കിയാൽ അവർക്ക് എനിമീസ് എത്ര പേരെ എത്തിയിട്ടുണ്ട് എന്നതിനെ കുറിച്ചുള്ള ഐഡിയ ലഭിക്കും. വാട്ട് ഡിഡ് വി ഫൈൻഡ് ഇൻസൈഡ് ദ ഫോർട്ട്? ആ ഫോർട്ടിൻ്റെ ഉള്ളിൽ, കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ എന്താ കണ്ടത്? ശൈലജ, ഐ വണ്ടർ ഹൗ ഓൾഡ് ദിസ് ഫോർട്ട് വുഡ് ബി. എത്ര പഴക്കം ചെന്നതാണ് എന്നതാണ് ഞാൻ നോക്കുന്നത്. ഡു യു തിങ്ക് ദ കിങ് ബിൽഡ് ദ ഫോർട്ട് സോ ദാറ്റ് ഹി കുഡ് ലിവ് ഹിയർ? രാജാവായിരിക്കും ഇത് പണിതത്, അദ്ദേഹത്തിന് ഇവിടെ താമസിക്കാൻ വേണ്ടി പണിതാണിത്. കല്യാണി, ഇറ്റ് വാസ് റിട്ടൺ ഔട്ട്സൈഡ് ദാറ്റ് കുത്തബ് ഷാഹി സുൽത്താൻസ് റൂൾഡ് ഹിയർ വൺ ആഫ്റ്റർ അനദർ ഫ്രം 1518 to 1687. അപ്പോൾ കുത്തബ് ഷാഹി സുൽത്താൻമാരാണ് ഇവിടെ ഭരിച്ചിരുന്നത്. അവർ ഓരോരുത്തരായിട്ട് ഓരോ കാലഘട്ടത്തെ ഇവിടെ താമസിച്ചിരുന്നു. ഫ്രം 1518 to 1687. ദീദി, മച്ച് ബിഫോർ ദാൻ ഇൻ 12,000 this fort was made of mud and different rulers live here. അപ്പോൾ 12,000 വർഷം മുമ്പ് തന്നെ ഇതിൽ ആൾക്കാർ താമസിച്ചു തുടങ്ങി. മണ്ണ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. പല രാജാക്കന്മാരും ഇവിടെ ജീവിച്ചിരുന്നു. ശൈലജ, ഓ ലുക്ക്, ദിസ് ബോർഡ് വാസ് എ മാപ്പ് ഓഫ് ദ ഫോർട്ട്. ഈ ബോർഡ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഫോർട്ടിന്റെ തന്നെ ഒരു മാപ്പാണ്. ശ്രീധർ, ദിസ് മാപ്പ് ഷോസ് ഹൗ മെനി ഗാർഡൻസ്. ഇവിടെ പലതരം ഗാർഡനുകളും പിന്നെന്താണ്, പാടങ്ങളും ഫാക്ടറികളും ഒക്കെ കാണുന്നുണ്ട്. There are many palaces also inside the fort. പല കൊട്ടാരങ്ങളും ഈ ഇതിന്റെ ഉള്ളിലുണ്ട് അല്ലെ. ശൈലജ, inside the fort. That means that not only the Sultan but many other people like farmers and workers must also have been living here. അപ്പൊ ഈ കോട്ടയാണ്, ഒരു വലിയൊരു കോട്ട. ഇതിന്റെ ഉള്ളില് രാജാവ് മാത്രമല്ല ഉണ്ടായിരുന്നത്, കർഷകരും പണിക്കാരും ഒക്കെ ഇവിടെ താമസിച്ചിരുന്നു. കല്യാണി, ഇറ്റ് മസ്റ്റ് ബി എ കംപ്ലീറ്റ് ടൗൺ. ഇത് മൊത്തത്തിലൊരു ടൗണ് പോലെ ആയിരുന്നു ഈ കോട്ട. Sultan's palace. Sridhar, this step seems to go on and on.
ഈ സ്റ്റെപ്പ് പോയിക്കൊണ്ടേയിരിക്കുകയാണല്ലോ. ഷൈലജ, even in those days they used to have buildings with 2 floors. ആ കാലഘട്ടത്തിൽ എന്താണ്, 2 നിലയുള്ള ബിൽഡിങ്സ് ഒക്കെ അവര് പണിതിരുന്നു. കല്യാണി, now the building is in ruins. ഇപ്പൊ അത് നശിപ്പിന്റെ വക്കിലാണ്. But one can imagine that earlier there were many big halls and rooms. അപ്പൊ നമുക്ക് ചിന്തിക്കാൻ പറ്റും, പണ്ട് തന്നെ എന്താണ്, ഇവിടെ വലിയ ഹാളുകളും റൂമുകളും ഒക്കെ ഉണ്ടായിരുന്നു. ശ്രീധർ, ലുക്കിംഗ് അറ്റ് ദിസ് ബ്യൂട്ടിഫുൾ കാർവിംഗ് ഓൺ ദ വാൾസ്, ഇറ്റ്സ് സോ ഫൈൻ. അത് ചുമരിലുള്ള പല ലിപികളും കൊത്തുപണികളും ഒക്കെ നോക്കിയിട്ട് എന്ത് ഭംഗിയാണ് എന്ന് പറയുകയാണ്. കല്യാണി, വി ഓൾസോ സോ സംതിങ് ലൈക്ക് എ ഫൗണ്ടൻ ഓൺ വൺ ഓഫ് ദ റൂഫ്സ്. അപ്പൊ എന്താണ്, നമ്മളൊരു ഫൗണ്ടനും അല്ലെ, ഒരു റൂഫിന്റെ മേലെ ഫൗണ്ടനും കണ്ടിരുന്നു. സി ഹിയർ ഫൗണ്ടൻ, വാട്ടർ കമ്മിങ് ദർ. ദീദി, യെസ്, there were many big tanks and fountains. വലിയ ടാങ്കുകളും ഫൗണ്ടനും ഒക്കെ ഇവിടെ കണ്ടിരുന്നു. It used to be full of water. നിറച്ചും വെള്ളം അതിലുണ്ടായിരുന്നു. Wow, what engineering. Think even today what engineers design. When the engineer design house, sometimes there is dampness in the walls and here. So അതായത് ഇന്നിപ്പോ എഞ്ചിനീയർമാര് കെട്ടിടം പണിയുമ്പോൾ എന്താണ്, പല ചുമരുകളിലും നനവും വിള്ളലും ഒക്കെ കാണാറുണ്ട്. പക്ഷെ ആ കാലത്ത്, and here so long ago, there were fountains on the terrace. ടെറസിൽ തന്നെ ഫൗണ്ടൻ ഇരിക്കുന്നു. The building must have been made with such good understanding. അപ്പൊ അത്രയും അറിവോട് കൂടിയിട്ടാണ് അന്ന് അവര് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. If we think how the people lived 500 years ago, so many questions come to our mind. അല്ലെ, നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താണ്, പല ക്വസ്റ്റ്യൻസും ആണ് നമ്മുടെ മൈൻഡിൽ വരുന്നത്. ഫോർ എക്സാമ്പിൾ, ഹൗ വാസ് വാട്ടർ ലിഫ്റ്റഡ് ടു സച്ച്, എത്രയും ഹൈറ്റിൽ വെള്ളം എങ്ങനെ പോയി, അതുപോലും നമുക്ക് ഊഹിക്കാൻ പറ്റുന്നില്ല. തിങ്ക് ആൻഡ് ഡിസ്കസ്. ഹൗ വുഡ് ദ ഫൗണ്ടൻസ് ഹാവ് വർക്ക്, ഈ ഫൗണ്ടൻസ് ഒക്കെ എങ്ങനെയാവും വർക്ക് ചെയ്തിട്ടുണ്ടാവുക. വാട്ട് അറേഞ്ച്മെന്റ്സ് വുഡ് ഹാവ് ബീൻ മെയ്ഡ് ഇൻ ദ ബിൽഡിംഗ് ഫോർ എയർ ആൻഡ് ലൈറ്റ്. അപ്പൊ എന്ത് അറേഞ്ച്മെന്റ്സ് ആവും ഇതിന്റെ ഉള്ളിൽ പണിതിട്ടുണ്ടാവുക അല്ലെ, വെള്ളത്തിനും വായുവിനും വെളിച്ചത്തിനും. ലുക്ക് കെയർഫുള്ളി അറ്റ് ദ പിക്ചർ ഓഫ് ദാറ്റ് ബ്യൂട്ടിഫുൾ കാർവിംഗ് ഓൺ ദ വാൾ. പിക്ചർ ഓഫ് ദ ബ്യൂട്ടിഫുൾ കാർവിംഗ്, ചുമരിലുള്ള വലിയ കാർവിംഗ് ശ്രദ്ധിക്കുക. വാട്ട് കൈൻഡ് ഓഫ് ടൂൾസ് വുഡ് ഹാവ് ബീൻ യൂസ്ഡ് ഫോർ സച്ച് ഫൈൻ കാർവിംഗ്. അപ്പൊ എന്ത് തരം ടൂൾസ് ആവും ഈ മാതിരിയുള്ള കാർവിംഗിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടാവുക. വി സ്റ്റിൽ ഡു നോട്ട് ഹാവ് ഇലക്ട്രിസിറ്റി അറ്റ് മെനി പ്ലേസസ് ഇൻ അവർ കൺട്രി. ഇപ്പോഴും പല ഭാഗത്തും എന്താണ്, കറണ്ട് ഇല്ല. ഇവൺ അറ്റ് പ്ലേസസ് വി ഡു നോട്ട് ഹാവ് ഇലക്ട്രിസിറ്റി. ഇമാജിൻ വാട്ട് വുഡ് ഹാപ്പൻ ഇഫ് ദർ ഇസ് നോ ഇലക്ട്രിസിറ്റി ഫോർ 1 week. ഒരാഴ്ച കറണ്ട് ഇല്ലെങ്കിൽ നമ്മൾ എത്രമാത്രം ബുദ്ധിമുട്ടും. What are the things that would be difficult to manage without? ഇല്ലേ, ഇതൊക്കെ കാര്യങ്ങളാവും തടസ്സപ്പെടുക കറണ്ട് ഇല്ലെങ്കിൽ. There is east west. Where is east west? At the places you are, where does the sun rise, where does it set, where are you standing? Find out what is there in the east and what all in your west. ഇതൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം. The sun, where does the sun rise? The sun rises in the east. Okay, then sun sets in the west. Sun sets in the west. Then also find the places in the north and south. Tell and write. Look carefully at the map of Golconda. Golconda map എവിടെയുള്ള? What is the question being asked? On the map, arrow shows all the 4 directions. If you have this is the Golconda map. If you are peeping inside from Bodhi Darwaza, in which direction from you is Katora horse? Katora horse എവിടെയാണ്? Which is the direction that is been pointing to Katora horse. Golconda Fort, Katora horse. We can find other places. If someone is entering from Bajgara Darwaza, someone is entering from Bajgara, that is Bodhi Darwaza. Here is Bodhi Darwaza, Mokai Darwaza, then Banjana Darwaza. Okay, Banjana Darwaza. Then what's the question being asked? In which direction? Here is
കട്ടോറ ഹോസ് ഏത് ഡയറക്ഷനിലേക്കായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഷാഹി മഹൽ, ബാൽ ബസാർ ഹിസാർ, മഹൽ തറാമണ്ട്, മോട്ടി മഹൽ, ബോധി ദർവാസ. ഇത് കൂടെ എൻട്രി ചെയ്യുകയാണെങ്കിൽ കട്ടോറ ദർവാസ. Then in which direction you walk from Bala Hizar to reach Moti Mahal? How many gates can you see in the outer walls of the fort? How many palaces are there in the fort? These are all the questions that you have to answer. If you are peeping inside from Bodli Darwaza, in which direction from you is Katora house? അപ്പോൾ ബോഡി ദർവാസ എവിടെയാണ്? ദാ ബോഡി ദർവാസ കട്ടോറ ഹൗസ്. ഇത് കട്ടോറ ഹൗസ്. ദിസ് ഇസ് ബോഡി ദർവാസ. ഓക്കെ, സോ ആ ഡയറക്ഷൻ നമ്മൾ കാണിക്കുകയാണെങ്കിൽ ഏതിലേക്കാണ് വരുന്നത്? നോർത്ത് ഭാഗ്. കട്ടോറ ഹൗസിന്റെ നോർത്ത് ആണ് ബോഡി ദർവാസ. അപ്പോൾ നമ്മളത് നോർത്ത് എന്ന് എഴുതണം. ഓക്കെ, സോ വാട്ട് വി വിൽ റൈറ്റ് ഹിയർ ഈസ് നോർത്ത്. ഓക്കെ, നോർത്ത് ഡയറക്ഷനിലേക്കാണ് അത് വരുന്നത്. Then if someone is entering from Banjara Darwaza, in which direction from her is Katora house? അപ്പോൾ ബഞ്ചാര ദർവാസയിൽ കൂടി കടക്കുകയാണെങ്കിൽ ബഞ്ചാര ദർവാസ കൂടി കടക്കുകയാണെങ്കിൽ എവിടെയാണ് കട്ടോറ ഹൗസ് എന്നാണ് ചോദിക്കുന്നത്. കട്ടോറ ഹൗസ് തിരിച്ചു ചോദിക്കുകയാണെങ്കിൽ എവിടെയാ? സൗത്ത് ആണ്. ഓക്കെ, സൗത്ത്. In which direction will you walk from Bala Hizar to reach Moti Mahal? ഏത് ഡയറക്ഷനിലാണ് നമുക്ക് നടക്കേണ്ടത്? ബാല ഹിസാറിനും മോത്തി മഹളും. ബാല ഹിസാറും ഇത് മോത്തി മഹളും. ബാല ഹിസാർ, മോത്തി മഹൽ ഏത് ഡയറക്ഷനിലാണ്? ഈസ്റ്റിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇവിടെ എഴുതേണ്ടത് എന്താ? ഈസ്റ്റ്. Then ഇനി അടുത്ത how many gates will you see on the outer walls of the fort? എത്ര ഗേറ്റ്സ് ആണ് ഔട്ടർ വാൾസിൽ നമ്മൾ കാണുന്നത്? Can count. ഗേറ്റുകൾ എത്രയാ? Here is 1 2 3 4 5 1 2 3 4 5 6 7 8. Here considers 1 2 3 4 4, then 5. Here it is 6 7 8. 8 ആണ് നമുക്ക് കാണുന്നത് അല്ലേ? എണ്ണാത്തത് ഏതെങ്കിലും ഉണ്ടോ? ഇവിടെ ഉണ്ട് ഒന്ന് 9. അപ്പോൾ 9 ഗേറ്റ്സ് ആണ് ഉള്ളത് കാണുന്നത്. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് ഹിയർ ആസ് 9. പിന്നെന്താ ഉള്ളത്? ഹൗ മെനി പാലസസ് ആർ ദർ ഇൻ ദ ഫോർട്ട്? എത്ര പാലസുകളാണുള്ളത്? എത്ര പാലസ് ആണുള്ളത്? മോട്ടി മഹൽ അല്ലേ, ഇതൊരു പാലസ് ആണ്. പിന്നെ അടുത്തത് റസം ബാഗ്, അതൊരു പാലസ് ആണ്. ദെൻ നെക്സ്റ്റ് ഷാഹി മഹൽ, അതൊരു പാലസ് ആണ്. അപ്പൊ മൊത്തം എത്ര ഉള്ളത്? 3 ഉള്ളത് അല്ലെ. സോ വി ക്യാൻ റൈറ്റ് ഹിയർ ആസ് 3. What arrangements for water can you see? വെള്ളത്തിനുള്ള അറേഞ്ച്മെന്റ്സ് വെല്ലുണ്ട്, ടാങ്ക് ഉണ്ട്, സ്റ്റെപ്പ് വെല്ലുണ്ട് അല്ലെ.
inside the upper well tank step well എന്ന് പറയുമ്പോൾ ഇതാണ് സ്റ്റെപ്പ് വെൽ. ഹിയർ ഇറ്റ് ഈസ് 1 2 സ്റ്റെപ്പ് വെൽ എത്രയാ 1 2 3 4 5 സ്റ്റെപ്പ് വെല്ലാണ് ഉള്ളത്. On the map 1 centimeter distance is equal to എത്രയാണ് 110 meters on the ground. Now tell on the map the distance between Bala Hizar and Fateh Darwaza is എത്രയാ? On the map ലെ എത്രയാ തന്നിരിക്കുക? എത്രയാ നമ്മൾ Bala Hizaറും Fateh Bala Hizar and Fateh Darwaza. ഫത്തഹ് ദർവാസ ഇവിടെയാണ് അല്ലേ? അപ്പൊ ബാല ഹിസാറും ഫത്തഹ് ദർവാസയും കൂടി എടുക്കുകയാണെങ്കിൽ എത്രയാണ് 8 ആണ് കാണുന്നത്. സോ ഓൺ ദ ഗ്രൗണ്ട് ഇറ്റ് ഈസ് 8 ആൻഡ് വുഡ് ബി എത്ര മീറ്റേഴ്സ് ആണ്? 1ന് 110 ആണെങ്കിൽ 8ന് എത്രയാവും? 880 മീറ്റേഴ്സ്. ഓക്കെ, 1ന് 110 എന്ന് പറയുമ്പോൾ ഇതിന് എത്രയാവും? 880 മീറ്റേഴ്സ്. മക്കായി ദർവാസ ഫ്രം ഫത്തേഹ് ദർവാസ, ദാറ്റ്സ് have to find out. Okay, Makai Darwaza, Fateh Darwaza. Why this attack? While we are all talking, Sridhar called us to see a big gun. സംസാരിക്കുന്ന ഇടയിൽ ശ്രീധരെ ഇത് ഗണ്ണ് കാണിക്കാൻ വേണ്ടി വിളിച്ചു. We ran up the സ്റ്റെപ്പിൽ കൂടി ഞങ്ങൾ പോയി. ശൈലജ, this must have been Sultan's big gun. ഇത് സുൽത്താന്റെ വലിയ തോക്കാണ്. ദീദി, this was used by ഔറംഗസേബ്. അപ്പൊ ദീദിയോട് പറയാണ് ഇത് ഔറംഗസേബ് ആണ് ഉപയോഗിച്ചത്. His full army came with the guns and cannons to attack, but they could not even enter the fort. അപ്പോൾ അവരുടെ ഫുൾ ആർമി എന്തുമായിട്ടാണ് വന്നത്? ഗണ്ണും കാനൻസും ആയിട്ടാണ് വന്നത് അറ്റാക്ക് ചെയ്യാൻ. ബട്ട് ദേ കുഡ് നോട്ട് ഈവൻ എൻ്റർ ദ ഫോർട്ട്. പക്ഷെ അവർക്ക് കോട്ടയ്ക്ക് അകത്ത് കൂടി പ്രവേശിക്കാൻ പോലും പറ്റിയില്ല. ഫോർ 8 months ദേ ക്യാമ്പ്ഡ് ഔട്ട്സൈഡ് ദ ഫോർട്ട്. 8 മാസത്തേക്ക് അവര് കോട്ടയുടെ പുറത്താണ് ക്യാമ്പ് ചെയ്തത്. ഷൈൽജ, what would the army come here all the way from Delhi? Why would the army come from? അപ്പോൾ ഡൽഹിയിൽ നിന്ന് എന്തുകൊണ്ടാണ് അവർ ഇവിടെ വന്നത്? ദീദി, in those days emperors and kings played such tricks. രാജാക്കന്മാരൊക്കെ എന്താണ് ചില ട്രിക്ക് ഉപയോഗിച്ചിരുന്നു. They tried to make smaller kingdoms a part of their own kingdom. അതായത് അവരുടെ രാജ്യത്തിന്റെ പുറമെ ചെറിയ ചെറിയ രാജ്യങ്ങൾ കൂടി അവർ കൈയടക്കിയിരുന്നു. This was done sometimes by friendship, sometimes by flattery, or even by marriage between families. അല്ലേ? കല്യാണത്തിലൂടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും യുദ്ധമോ ഫ്രണ്ട്ഷിപ്പിലൂടെയും അവർ ഇങ്ങനെ ചെയ്യാറുണ്ട്. ആൻഡ് വെൻ നത്തിങ് എൽസ് ദേ ഓൾസോ അറ്റാക്ഡ് ദം. വേറെ ഒന്നും പ്രാബല്യത്തിലില്ലെങ്കിലാണ് അറ്റാക്ക് ചെയ്യുക. കല്യാണി, വൈ ഈസ് ഇറ്റ് ദ ഔറംഗസേബ്സ് ആർമി കുഡ് നോട്ട് ഗെറ്റ് ഇൻ ടു ദ ഫോർട്ട്? ഔറംഗസേബിയുടെ ആർമിക്ക് എന്തുകൊണ്ടാണ് കോട്ടയുടെ അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റാത്തത്? ഹി ഹാഡ് സോ മെനി സോൾജേഴ്സ് ആൻഡ് ബിഗ് ഗൺസ്. കുറെ സോൾജേഴ്സും തോക്കൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഷൈൽജ, didn't you see the strong thick walls? കട്ടിയുള്ള ചുമര് കണ്ടില്ലേ? In the map there is a long deep ditch along the wall. ആ ചുമരുടെ അടുത്ത് തന്നെ ഒരു ഡിച്ച്, ഒരു പിറ്റ് ഉണ്ട്. How could the army enter? പിന്നെ എങ്ങനെ അവർക്ക് കയറാൻ പറ്റുക? ശ്രീധർ, if the army tried to come from a different side and the soldiers in the bastions would have seen it from a distance. അതായത് ആർമികൾ വേറെ സൈഡിൽ കൂടെ വരികയാണെങ്കിൽ സോൾജേഴ്സ് അല്ലെ അവർക്ക് ഇവർ വരുന്നത് കാണാൻ പറ്റും. No wonder it was difficult to attack the fort. അതുകൊണ്ട് ഈ കോട്ട അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. കല്യാണി, ഇമാജിൻ ദ ആർമി ഈസ് കമ്മിങ് ഓൺ ഹോഴ്സസ് ആൻഡ് എലഫൻസ് വിത്ത് ഓൾ ദെയർ ഗൺസ്. അപ്പൊ ആർമി എങ്ങനെയാ വരുന്നത്? കുതിരയും ആനയും ഒക്കെ ആയിട്ടാണ് വരുന്നത്. അതായത് കോട്ടയുടെ ചുറ്റും ഒരു വലിയ കുഴികൾ ഉണ്ട്. അതുകൊണ്ട് അവർക്ക് ഇവിടെ എൻ്റർ ചെയ്യാൻ പറ്റില്ല. ഹിയർ ദ സുൽത്താൻസ് ആർമി സ്റ്റാൻഡ്സ് ഫുള്ളി പ്രിപ്പയർഡ്. ഇവിടെ എല്ലാ പ്രിപ്പറേഷനും കൂടിയിട്ടാണ് അവര് സ്റ്റാൻഡ് ചെയ്യണത്. ഷൈൽജ, oh no, how many people and soldiers on both the sides must have been killed in all this fighting? എത്ര ആൾക്കാരാവും മരിച്ചിട്ടുണ്ടാവുക അല്ലെ ഈ യുദ്ധത്തില്? Why do people attack and have wars? എന്തുകൊണ്ടാണ് അവർ അറ്റാക്ക് ചെയ്തിട്ട് യുദ്ധം ഉണ്ടാവുന്നത്? ശ്രീധർ, guns and cannons are things of the past now. ഗൺസും cannons ഒക്കെ എന്താണ്? പഴയ കാലത്ത് സംഭവങ്ങളാണ്. These days many countries have nuclear weapon. ഇപ്പോഴൊക്കെ എല്ലാവർക്കും ന്യൂക്ലിയർ വെപ്പൺസ് ആണ് ഉള്ളത് അല്ലെ, ബോംബുകളൊക്കെ. Single bomb can cause so much destruction. Have you recently read or heard about any country attacking or going to war? ഏതെങ്കിലും ഒരു രാജ്യം മറ്റു രാജ്യമായിട്ട് അറ്റാക്ക് ചെയ്യാൻ പോണത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഫൈൻഡ് ഔട്ട് വാട്ട് വാസ് ദ റീസൺ. അതിന്റെ റീസൺ എന്താന്ന് കണ്ടുപിടിക്കൂ. വാട്ട് കൈൻഡ് ഓഫ് വെപ്പൺസ് വർ യൂസ്ഡ് ഇൻ ദ വാർ?
എന്ത് തരം ആയുധങ്ങളാണ് അതിൽ ഉപയോഗിച്ചിരുന്നത്? What kind of destruction was caused because എന്ത് അപകടമാണ് ഇതിലൂടെ സംഭവിച്ചത്? Find out. The big gun that Sridhar saw was made of bronze. ആ വലിയ തോക്ക് ശ്രീധർ കണ്ടത് എന്താണ്? ബ്രോൺസ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. Have you seen anything made of bronze? What? ബ്രോൺസ് കൊണ്ട് ഉണ്ടാക്കിയ എന്തെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? Tribal people have been using bronze to make many things since thousands of years. അപ്പോൾ ട്രൈബൽ പീപ്പിൾ ഒക്കെ എന്താണ് ഈ വെങ്കലം ഉപയോഗിക്കാറുണ്ട് അല്ലെ? 1000 വർഷം മുമ്പ് തന്നെ ഇത് ഉപയോഗിക്കാറുണ്ട്. One wonders how they took out copper and tin from the deep mines, melted these metals and turned into beautiful things. കോപ്പർ പറയുമ്പോൾ ചെമ്പ് അല്ലെ, മറ്റേ ബ്രോൺസ് വെങ്കലം. Find out from your elders about some of the things made from bronze that were still used. ബ്രോൺസ് കൊണ്ട് ഉണ്ടാക്കിയ വസ്തുക്കൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാം. Find its color to identify, and one of them is made from copper, which from brass അല്ലെ. കോപ്പറിന് ഏതാണ്, ബ്രാസ് ഏതാണ്, ബ്രോൺസിന് എന്താണ് ഉണ്ടാക്കിയത് എന്നുള്ളതൊക്കെ നോക്കുക. When there was no ടെലഫോൺ ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ Didi asked us to wait the king's palace. രാജകൊട്ടാരത്തിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. She herself went to Fateh Darwaza. അവർ ഒറ്റയ്ക്ക് ഫത്തഹ് ദർവാസയിലേക്ക് പോയി. A little later we heard Didi's voice. കുറച്ചു കഴിഞ്ഞ ഉടനെ ദീദിയുടെ ശബ്ദം കേട്ടു. Alert, I am Sultan Abdul Hassan. I am very fond of music and കുച്ചിപ്പടി dance. ഞാൻ സുൽത്താൻ അബ്ദുൽ ഹസൻ ആണ്, എനിക്ക് മ്യൂസിക്കും കുച്ചിപ്പടിയും നല്ല ഇഷ്ടമാണ്. We all laughed. ഞങ്ങൾ എല്ലാവരും ചിരിച്ചു. We were surprised how Didi's voice could be heard from so far. എത്രയും ദൂരത്തിൽ നിന്നും ദീദിയുടെ ഒച്ച എങ്ങനെയാണ് കേൾക്കാൻ പറ്റിയത്? She later told us that if you stand at Fateh Darwaza, whatever you speak can be heard at the king's palace. ഫത്തഹ് ദർവാസയിൽ നമ്മൾ എന്ത് വർത്താനം പറഞ്ഞാലും അത് നമുക്ക് രാജകൊട്ടാരത്തിൽ നിന്ന് കേൾക്കാൻ പറ്റും. Arrangement for water. The picture shown here is made after seeing very old painting of those times. അപ്പോൾ പണ്ട് കാലത്ത് എന്താണ് കാര്യങ്ങളാണ് ഈ പിക്ചറിലൂടെ റെപ്രസെന്റ് ചെയ്യുന്നത്. Can you think why bullocks have been used here? Bullocks എന്തുകൊണ്ടാണ് ഇവിടെ ഉപയോഗിച്ചത്? Use your hand movement to show in which direction the drum attached to the road moves when the bullocks moves. ബുള്ളക്ക് മൂവ് ചെയ്യുമ്പോൾ എന്താണ് കണ്ടില്ലേ, ഇതാണ് ഡ്രം, ഇത് ടൂത്തഡ് വീല്, പോള്. അപ്പൊ ഈ ബുള്ളക്ക് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഇതിൽ നിന്നും വെള്ളം ഈ ബക്കറ്റുകളിലേക്ക് നിറയും. ഓക്കെ, in which direction the drum attached to the road moves when the bullocks move. In which direction would the toothed wheel move? Look, this pole shown under the ground joins with another wheel which has a number of pots on it. Imagine how would this garland of pots lift water from the well. അപ്പോൾ മാല പോലെ കിടക്കുന്ന ഈ ഓരോ പോട്ടുകൾ ഉണ്ടല്ലോ, അതെങ്ങനെയാണ് ഇതിൽ നിന്നും കിണറ്റിൽ നിന്നും വെള്ളം കോരിയെടുക്കുന്നത് എന്നുള്ളത് നോക്കുക. മോട്ടറുമായിട്ട് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. Do you get some idea about how tanks could be filled by lifting water from the wells? Even today we can see clay pipes in the walls of the fort. Clay pipe ഓരോ വാളിലും നമുക്ക് കാണാൻ പറ്റും. Pipes could have been used to carry water to different places. അപ്പോൾ ആ പൈപ്പിലൂടെയാണ് വെള്ളം പല രാജകൊട്ടാരത്തിന്റെ പല ഭാഗത്തും എത്തിച്ചിരുന്നത്. Have you seen such wheels attached to each other? Gear of a cycle or somewhere else? Look around and find out how water is pumped up from the ground to higher place. Water താഴെ നിന്നും higher placeലേക്ക് എങ്ങനെയാണ് എത്തിയത്? How is water pumped up using electricity ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് പമ്പ് ചെയ്തത്? Without electricity എങ്ങനെയാണ് പമ്പ് ചെയ്തത് എന്ന് നോക്കാം. What a sad sight. Talking, whistling and listening to our own echo, we were walking through the mehrab. അപ്പോൾ ഞങ്ങൾ തന്നെ ഒച്ച കേട്ടിട്ട് ഞങ്ങൾ അതിൽ കൂടെ മെഹ്റബിലേക്ക് ആ ആർച്ചിൽ കൂടെ നടക്കുകയാണ്. Sridhar, oh that breeze feels so cool in this tunnel. അല്ലെ, കാറ്റ് നല്ല തണുപ്പേൽക്കുന്നുണ്ട്. Shailaja, it was written that soldiers stayed here. Sridhar, see this board, but look what the wall is like. അപ്പോൾ വാളിൽ എന്താണ് writing on the wall is prohibited. വാളിൽ ചുമരിൽ എഴുതാൻ പാടില്ല എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ എന്താണ് എല്ലാവരും ആ ചുമരിൽ എഴുതി വെച്ചിട്ടുണ്ട്. ദീവാർ പർ ലിഖ്ന മനാ ഹെ. Shailaja, who think how this wall has been thousands of years ago? It has seen kings and queens, horses and elephants, war and peace. But we had spoiled it in just a few years. അപ്പോൾ ഈ ചുമര് എന്ന് പറഞ്ഞത് രാജാവിനെയും രാജ്ഞിനെയും കുതിരകളെയും എല്ലാം യുദ്ധമൊക്കെ കണ്ട ചുമരാണ്. പക്ഷെ ഇത് എത്ര പെട്ടെന്നാണ് നമ്മൾ അതിനെല്ലാം നശിപ്പിച്ചു കളഞ്ഞ്.
Kalyani, I don't understand. What kind of fun do people get in writing the names all the places like this? എല്ലാ ഭാഗത്തും പേര് എഴുതി വെച്ചതുകൊണ്ട് എന്ത് ആനന്ദമാണ് അവർക്ക് കിട്ടുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. Close your eyes and go back in time. Imagine that you are in those days when there was a busy town inside Golconda. അപ്പോൾ ആ കാലഘട്ടത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. Think about the questions. എന്തൊക്കെ questions ആണ് നമ്മൾ ആ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക ആ ഒരു കാലഘട്ടത്തിലാണെങ്കിൽ? You could even put a play, ഒരു ഡ്രാമ വഴി നമുക്ക് കളിക്കാം. What is Sultan doing in the palace? കൊട്ടാരത്തിൽ സുൽത്താൻ എന്താ ചെയ്യുന്നുണ്ടാവുക? What kind of clothes he is wearing? ഇങ്ങനത്തെ വസ്ത്രം ധരിച്ചിട്ടുണ്ടാവുക? What dishes are being offered to him? എന്ത് ഭക്ഷണമാണ് കൊടുത്തിട്ടുണ്ടാവുക? But why does he seem so worried? എന്താണ് എപ്പോഴും ദുഃഖിതനായിരിക്കുന്നത്? And in what language is talk? ഏത് ഭാഷയാണ് ഉപയോഗിച്ചത്? Imagine that room in the palace, the beautiful carpets and curtains, the fountains on the terrace, and the sweet smell of roses, chameli, which is coming from, where is this coming from? What are the different kinds of factories you can see here? How many people are working there? ഏതൊക്കെ factories ആണ് കാണാൻ പറ്റുക? ആരൊക്കെയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്? What are they doing? എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്? What are they wearing? എന്താണ് അവർ ധരിക്കുന്നത്? How long do you think they work? എത്ര കാലം അവർക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റും? Look here. See how finely those craftsmen are carving the stone using a chisel hammer ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് അവർ കാർവ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളതും കൂടെ നോക്കാം. Going to the museum. After seeing Golconda, the children also went to museum in Hyderabad. Golconda കണ്ട ശേഷം അവർ ഹൈദരാബാദിലെ മ്യൂസിയത്തിലേക്ക് പോയി. Many old items are kept there. പല പഴയ സാധനങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. Many things എവിടെ നിന്ന് ഫൗണ്ട് ചെയ്താണ്? Found place around Golconda was dug. അല്ലേ? Pots, jewelry, sword. അല്ലേ? സ്വർണവും കലവും വാളും ഒക്കെ. ശൈലജ, oh, why are the broken pieces of pots kept in the almara? ഈ പൊട്ടിയ സാധനങ്ങളൊക്കെ എന്താ അൽമാരയിൽ വെച്ചിരുന്ന? See the small plate made of bronze. ചെറിയ പ്ലേറ്റ്, ബ്രോൺസ് കൊണ്ട് ഉണ്ടാക്കിയ ചെറിയ പ്ലേറ്റ്, വെങ്കലം. That blue piece seems to be made of ceramic. Clay. Didi, it is thought that all things that we come to know how people of those lived, when they used and what things they made. If all this would have been kept here, how would you know so much about those time? ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ആ കാലഘട്ടത്തെ കുറിച്ച് നമുക്ക് അറിയാൻ പറ്റുക? What kind of pots have you seen around you? നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടും കണ്ട കലം എങ്ങനെയുള്ളതായിരുന്നു? Try to find out from your grandparents about the other kind of pots. മുത്തശ്ശനോ മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് അതിനെക്കുറിച്ച് നിങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുക. നിങ്ങൾ എപ്പോഴെങ്കിലും മ്യൂസിയത്തിൽ പോയിട്ടോ? Have you ever been to some museum or heard about it? ആ മ്യൂസിയത്തിൽ നമുക്ക് എന്തൊക്കെയാ കാണാൻ പറ്റുക? What all things are there in the museum? ഓക്കെ, അത് സർവേ ചെയ്തിട്ട് നമ്മളിത് റൈറ്റ് ചെയ്യണം. Make your own museum. നിങ്ങളുടെ സ്വന്തം മ്യൂസിയം ഉണ്ടാക്കുക. എന്താ ചെയ്യേണ്ടത്? രജനി ടീച്ചേഴ്സ് ഇൻ എ ഗവൺമെന്റ് സ്കൂൾ ഇൻ മലപ്പുറം ഡിസ്ട്രിക്ട്, കേരള. രജനി എവിടെയാണ് പഠിപ്പിക്കുന്നത്? മലപ്പുറം ഡിസ്ട്രിക്ട്, കേരളയിലെ അല്ലേ? Together with the children of her class, she has collected many old things from all the houses. കുട്ടികളുടെ സഹായത്തോട് കൂടിയിട്ട് എല്ലാ വീട്ടിൽ നിന്നും പഴയ വസ്തുക്കൾ കളക്ട് ചെയ്തു. ലൈക്ക് ഓൾഡ് വാക്കിംഗ് സ്റ്റിക്ക്, ലോക്ക്, അംബർല, വുഡൻ സ്ലിപ്പേഴ്സ്, അല്ലെ, ഖാദം, പോട്ട്സ് എക്സെട്ര, മരം കൊണ്ടുള്ള ചെരുപ്പ്, പിന്നെ സ്റ്റിക്ക്, വാക്കിംഗ് സ്റ്റിക്ക്, കലം, ഇതൊക്കെ. They also saw what these things look like today. ആ കാലഘട്ടത്തിലുള്ളതും ഇപ്പോഴുള്ളതും തമ്മിലുള്ള വ്യത്യാസം നോക്കി. രജനി ആൻഡ് ദ ചിൽഡ്രൻ പുട്ട് അപ്പ് ആൻ എക്സിബിഷൻ. രജനിയും കുട്ടികളും എന്ത് ചെയ്തു? ഒരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്തു. വിച്ച് പീപ്പിൾ ഫ്രം ദ നെയ്ബർഹുഡ് കം ടു സീ. ചെറുപ്പകാലങ്ങളിലുള്ള യു കുഡ് ഓൾസോ ഡു ദിസ്. വിച്ച് പീപ്പിൾ ഫ്രം, ചുറ്റുപാടുള്ള ആൾക്കാർ എന്ത് ചെയ്തു? കാണാൻ വന്നു. Look at the painting and tell. This painting is 500 years old. It shows Agra Fort being constructed. Agra Fort construct ചെയ്യുന്ന സമയത്ത് എടുത്ത ചിത്രമാണിത്. Okay, what kind of work are being doing? How many men and women are working? കണ്ടില്ലേ, അവർ ചെയ്യണ ആ രീതി വർക്കിന്റെ അതിന്റെ വ്യത്യാസമുണ്ട്. പിന്നെന്താണ്? മെന്നും വിമണും വർക്ക് ചെയ്യുന്നുണ്ട്. ഹ്യൂജ് പില്ലേഴ്സ് ആണ്. അലോങ് ദി സ്ലോപ്പിൽ കൂടിയിട്ട് അവർ കയറ്റുന്നത് ഹ്യൂജ് പില്ലേഴ്സ് ആണ്. Lift a heavy thing straight up or along a slope. Were you able to see the man carrying water in a mashak? Leather bag കൂടെ ഒരാൾ എന്താ കയറ്റുന്നത്? വാട്ടർ ബാഗ് കയറ്റുന്നുണ്ട് അല്ലേ, വെള്ളം കയറ്റുന്നുണ്ട്. What we have learned, Sangeeta thinks it useless to keep old things. പഴയ സാധനങ്ങൾ വെക്കുന്നത് യൂസ്ലെസ് ആണെന്നാണ് ചിന്തിച്ചത്. That it is important to keep it in the museum. Chapter's name Walls Tell Stories. അല്ലേ, ചുമരുകൾ എന്താണ്? കഥ പറയും. So it's very interesting lesson. Just read 2 or 3 times, then you will be able to understand it.
If you are interested, please do like, share and subscribe my channel. Okay, thank you.